ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. സത്യം പറയട്ടെ, ഇതൊരു 10ാമത്തെ ടേക്കാണ്. ക്യാമറ പേഴ്സണ് അവിടെ നിന്ന് സ്റ്റാർട്ട് പറയും, ഞാൻ വീണ്ടും വരും, പൊട്ടിച്ചിരിക്കും, ഓഫാക്കാൻ വേണ്ടി പറയും, വീണ്ടും വരും, പൊട്ടിച്ചിരിക്കും, ഓഫാക്കാൻ വേണ്ടി പറയും. കാരണം അമ്മാതിരി കോമഡിയാണ് ഈ ഉത്തരേന്ത്യയിലെ സംഘികൾ. കാരണം കേരളത്തിലെ സംഘികളുടെ ട്രോളുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇത് കണ്ടിട്ട് നിങ്ങൾ പൊട്ടിച്ചിരിച്ച് ഒരു വകയായി പോകും. കാരണം അമ്മാതിരി കോമഡിയാണ്. പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നടൻ സുരാജ് വെഞ്ഞാറമൂടിനോട് ഉത്തരേന്ത്യയിലെ സംഘികൾ ചെയ്ത കൊടും ക്രൂരതയെക്കുറിച്ചാണ്. നമ്മുടെ സുരാജിനെ അവർ തല്ലിച്ചതച്ചു എന്ന് മാത്രമല്ല, സുരാജിൻ്റെ ദൃശ്യം, അതായത് തല്ലിച്ചതച്ച് ഒരിടത്ത് കിടത്തിയിട്ടുള്ള ദൃശ്യമടക്കം അവർ സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിൽ ഷെയർ ചെയ്യുകയാണ്. ആ ദൃശ്യം ഞങ്ങൾക്കും ലഭിച്ചു. അത് കണ്ടിട്ട് ഞങ്ങൾ ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കയ്യിൽ ആ ഉത്തരേന്ത്യൻ സംഘികളിൽ ഏതെങ്കിലും ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ സത്യമായിട്ടും പറയാം, നല്ല അടി സുരാജ് വെഞ്ഞാറമൂട് കൊടുക്കും. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം തന്നെ നിലവിൽ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് പുറപ്പെട്ട് കാണും. കാരണം അമ്മാതിരി ട്രോളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളീയർക്ക്. പക്ഷേ ഉത്തരേന്ത്യയിലെ സംഘികൾക്ക് അതൊരു വലിയ ആഘോഷമാണ്. പറഞ്ഞു വരുന്നത്, ഉത്തരേന്ത്യയുടെ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് കേരളത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിലൊരു വ്യാജ പ്രചരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ശബരിമല വിഷയത്തിൽ, പ്രളയ സമയത്ത്, അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. കർണാടകയിലെ MP ആയിട്ടുള്ള ശോഭാ കരന്തലജെ കേരളത്തിലെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല എന്നതിൻ്റെ പേരിൽ ഒരു കൂട്ടം ഹൈന്ദവർക്ക് വെള്ളം കൊടുത്തില്ല എന്ന് പറഞ്ഞ വ്യാജ പ്രചരണം കർണാടകയിലെ MP പുറത്തുവിട്ടതും അത് നമ്മൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തതുമാണ്. ഇപ്പോൾ അതിനുശേഷം സംഘികളുടെ വാട്സപ്പിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കാര്യമാണ് ഉത്തരേന്ത്യയിലെ സംഘികളുടെ, അതായത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു ഫോട്ടോ. ആ ഫോട്ടോയ്ക്ക് താഴെ ഇട്ടിരിക്കുന്നത് RSSൻ്റെ കേരളത്തിലെ കാര്യവാഹകനെ തല്ലിച്ചതച്ചിരിക്കുകയാണ് റെഡ് ജിഹാദീസ്. അതായത് ഈ റെഡ് ജിഹാദീസ് എന്ന് പറയുന്നത് കമ്മികളും സുഡാപ്പികളും ചേർന്നിട്ട് നല്ല മുട്ടൻ പണി കൊടുത്തിട്ട് RSSൻ്റെ കേരളത്തിലെ കാര്യവാഹക് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിന് മുകളിലിട്ടിരിക്കുന്നത് നമ്മുടെ നടൻ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു ചിത്രമാണ്. അതിന് മുകളിലൊരു ചിത്രമുണ്ട്. ആ ചിത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പൊട്ടിച്ചിരിപ്പിച്ചത്. ആ ചിത്രം എന്ന് പറയുന്നത് സുരാജ് വെഞ്ഞാറമൂട് ഏതോ ഒരു സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂടിനെ തല്ലിച്ചതച്ചിട്ടിങ്ങനെ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രത്തെയും സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു ഒറിജിനൽ ഫോട്ടോയും വെച്ചിട്ടാണ് ഈ ഉത്തരേന്ത്യയിലെ സംഘികളുടെ വ്യാജ പ്രചരണം. ആ രീതിയിലാണ് നമുക്ക് ആ വാട്സപ്പിൻ്റെ സ്ക്രീൻഷോട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപക്ഷെ ഇത് കേരളത്തിലെ ട്രോളന്മാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ട്രോളായിരിക്കാം. അല്ലെങ്കിലും ഉത്തരേന്ത്യൻ സംഘികളിൽ നിന്ന് ഇത് ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അവരെ അമ്മാതിരി ട്രോളാണ്. എന്തായാലും ഇത് വലിയ രീതിയിൽ നിലവിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും സംഘികൾ തന്നെ ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയി കാണും. കാരണം ഞങ്ങളെക്കാട്ടിയും വലിയ മണ്ടന്മാരാണോ ആ നേതൃത്വ നിരയിലുള്ളത് എന്ന്. എന്തായാലും സുരാജ് വെഞ്ഞാറമൂട് ഇത് കണ്ടിട്ട് ബോധം കെട്ട് വീണിട്ടുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.